വെൽക്കം ടു ഗ്രീൻ ബെൽസ്. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് മറയൂരാണ്. മറയൂർ നമ്മൾ മുനിയറ വിസിറ്റ് ചെയ്യാൻ പോവാണ്. നമുക്കിവിടെ ഒരു എൻട്രൻസ് ഫീസ് ഉണ്ട്. എൻട്രൻസ് ഫീസ് കഴിഞ്ഞ് നമ്മൾ കയറി ചെന്ന് ഞങ്ങൾ ആദ്യം ലെഫ്റ്റ് സൈഡിലേക്കാണ് പോയത്. ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ കുറച്ച് ചന്ദന മരങ്ങളും അതുപോലെ തന്നെ വേറെയും കുറച്ച് മരങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് കയറി ആ ഒരു എന്താ പറയുക, ഈ ട്രീസും ഈ ഒരു ഇതെല്ലാം ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഏരിയ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചെല്ലുന്നത് ഒരു ഓപ്പൺ സ്പേസിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് ശരിക്കും ഈ മുനിയറകളുള്ളത്. അത് പിന്നെ നമുക്ക് ഈ മല ഇങ്ങനെ കയറി അങ്ങ് പോകാം. അങ്ങ് ദൂരെ വരെയും ആൾക്കാരൊക്കെ കയറുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളത്രയും ഒന്നും പോയില്ല. അപ്പോൾ എന്തായാലും ഒരു 3 സ്റ്റോൺസ് ഇങ്ങനെ ജസ്റ്റ് വെർട്ടിക്കലായിട്ട് പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഒരു ഹൊറിസോണ്ടലായിട്ടും കൂടി ഒരു സ്റ്റോൺ വെച്ചിട്ടാണ് ഇവർ ഇതിങ്ങനെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചാൽ കൂടുതലും പറയുന്നത് പണ്ടത്തെ മുനിമാർ അവർ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത്. അവിടുത്തെ പക്ഷേ ഗൈഡ്സൊക്കെ വേറെയും കുറേ അധികം കഥകളൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പല പല കഥകളും വിശ്വാസങ്ങളൊക്കെയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അപ്പം എന്തായാലും നമുക്കിതിവിടെ ഒരു വൈകുന്നേരം പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മളിനി ഓപ്പൺ സ്പേസിലേക്ക് പോകുമ്പോൾ അവിടെ കൂടുതലും നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് നമുക്കിത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും ഈവനിങ് ആണ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ നല്ലത്. നല്ല ഒരു സീനിക് ബ്യൂട്ടി ഉള്ള ഒരു പ്ലേസാണ് ഇത്. അപ്പോൾ എന്തായാലും മറയൂർ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഒരു മസ്റ്റ് വാച്ച് പ്ലേസ് ആണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. താങ്ക്